ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ന്യൂക്ലിയർ പൊല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് ന്യൂക്ലിയർ പൊല്യൂഷൻ. നമ്മൾ ന്യൂക്ലിയർ പവർ ജനറേഷനോ വെപ്പൺസിനോ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എൻവയോൺമെന്റിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ന്യൂക്ലിയർ ഫ്യൂവൽ സൈക്കിൾ, നമ്മൾ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്ന മൈനിങ്, മില്ലിങ് തുടങ്ങിയിട്ടുള്ളത് മുതൽ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്ന റീപ്രോസസിങ് വേസ്റ്റ് വരെയുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ സൈക്കിളിലെ എല്ലാ പ്രോസസ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ്. പിന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലൂട്ടോണിയം, യുറേനിയം റെസിഡ്യൂസ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ന്യൂക്ലിയർ മെഡിസിനിലും അതുപോലെ റേഡിയോ തെറാപ്പിയിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി വരുന്നതാണ് അടുത്ത സോഴ്സ്. നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. പിന്നെ വരുന്നത് നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്. അതായത് കോൾ കമ്പഷൻ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ, റയർ എർത്ത് മൈനിങ് ഒക്കെ വഴിയാണ് നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എൻവയോൺമെന്റിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അടുത്തത് ന്യൂക്ലിയർ വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ന്യൂക്ലിയർ വേസ്റ്റിന്റെ ഇമ്പാക്ട് അനുസരിച്ച് നമ്മൾ അതിനെ ലോ ലെവൽ വേസ്റ്റ്, ഇന്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ്, ഹൈ ലെവൽ വേസ്റ്റ് ആൻഡ് ട്രാൻസ്യൂറാനിക് വേസ്റ്റ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. ലോ ലെവൽ വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 90% ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്നതും ലോ ലെവൽ വേസ്റ്റ് ആയിരിക്കും. ലോ ഹസാർഡ് ആണ്. അതിന് പ്രത്യേകം നമ്മൾ ഷീൽഡിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ലാൻഡ് ഫിൽസിലോ ഷാലോ ബെറിയൽ സൈറ്റ്സിലോ ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾസ് വരുന്നതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ്, ടൂൾസ്, മെഡിക്കൽ വേസ്റ്റ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി ഇന്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഷീൽഡിങ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ലോ ലെവൽ വേസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഇമ്പാക്ട് ഉള്ളതാണ്, റേഡിയോ ആക്ടിവിറ്റി കുറച്ചും കൂടി കൂടിയിട്ടുള്ളതാണ്. അതിന് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റെസിൻസ്, ഫ്യൂവൽ ക്ലാഡിങ്, ഡീകമ്മീഷനിങ് വേസ്റ്റ് ഒക്കെയാണ്. ഇന്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റിന്റെ കേസിൽ നമ്മൾ ഡിസ്പോസലിന് പ്രിഫർ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് എൻകാപ്സുലേഷനും ജിയോളജിക്കൽ റിപ്പോസിറ്ററീസും ആണ്. അടുത്തത് ഹൈ ലെവൽ വേസ്റ്റ് ആണ്. ഹൈ ലെവൽ വേസ്റ്റിന്റെ കേസിൽ അപ്രോക്സിമേറ്റ്ലി 95% ഓഫ് റേഡിയോ ആക്ടിവിറ്റിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈലി ഹസാർഡസ് ആയിട്ടുള്ള ന്യൂക്ലിയർ വേസ്റ്റ് ആണിത്. സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ ആണ് അതിനൊരു എക്സാമ്പിള്. അടുത്തൊരു ടൈപ്പാണ് ട്രാൻസ്യൂറാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്യൂറാനിക് വേസ്റ്റ് ആണ് ഏറ്റവും ലോങ് ലിവ്ഡ് ആയിട്ടുള്ള റേഡിയോ ന്യൂക്ലിയൈഡ്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു about 20 years ലൈഫ് സ്പാൻ ഉണ്ട് ഇതിന്. റേഡിയോ ആക്ടിവിറ്റി ലെവൽ ആണെങ്കിൽ വളരെ കൂടുതലാണ്. ഏകദേശം 3700 ബെക്കറൽ എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. പെർ ഗ്രാം ആണ് ട്രാൻസ്യൂറാനിക് വേസ്റ്റിന്റെ റേഡിയോ ആക്ടിവിറ്റി ലെവൽ വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രൊഡക്ഷൻ ആണ് അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത്. ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഫെസിലിറ്റീസ് ആവശ്യമാണ്. ന്യൂക്ലിയർ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് ഹ്യൂമൻ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻ ഒരു ബർഡൻ ആവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ന്യൂക്ലിയർ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് നമ്മൾ എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മിനിമൈസേഷൻ ഓഫ് വേസ്റ്റ് ആണ് ഒന്നാമത്തെ മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നോൺ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻസിനെ റിമൂവ് ചെയ്യുക. അതാണ് പ്രീ ട്രീറ്റ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. അടുത്തൊരു മെത്തേഡ് ക്യാരക്ടറൈസേഷൻ ആണ്. വേസ്റ്റിന്റെ ഇമ്പാക്ട്, അതിന്റെ ഹസാർഡ്സ് എന്തോരം വരുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ അനലൈസ് ചെയ്ത് ക്യാരക്ടറൈസ് ചെയ്യാം. പിന്നെ വരുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് കണ്ടീഷനിങ് ആണ്. വേസ്റ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ് ആണ്. പിന്നെ സേഫ് കണ്ടെയ്ൻമെന്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജിൽ വരുന്നത് സേഫ് കണ്ടെയ്ൻമെന്റ് ആണ്. ഡിസ്പോസലിൽ വരുന്നത് എഞ്ചിനീയർഡ് ഫെസിലിറ്റീസോ റിപ്പോസിറ്ററീസോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ്, ഇത്രയും മെത്തേഡ്സ് ഒക്കെ വഴിയാണ് നമുക്ക് ന്യൂക്ലിയർ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുക. ഇനി അടുത്തത് ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ്. എന്തൊക്കെ ഡിസ്പോസൽ മെത്തേഡ്സ് ആണ്? ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ ഉള്ളത്, സോളിഡ് വേസ്റ്റ് ആണെങ്കിൽ ഉള്ളത്, അതുപോലെ തന്നെ ഗാഷ്യസ് വേസ്റ്റ് ആണെങ്കിൽ ഉള്ളതെന്നുണ്ട്. അപ്പൊ നമുക്ക് ലിക്വിഡ് വേസ്റ്റിന്റെ കേസിൽ വരുന്ന മെത്തേഡ്സ് ആണ് ഒന്നാമത്തെ അയൺ എക്സ്ചേഞ്ച്, അടുത്തത് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ, ഇവാപറേഷൻ, അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്. ന്യൂക്ലിയർ വേസ്റ്റ് സോളിഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് എൻകാപ്സുലേഷൻ, അതുപോലെ തന്നെ ഡീപ് ജിയോളജിക്കൽ റെപ്പോസിറ്ററീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഗാഷ്യസ് ഫോമിലുള്ള വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ ചെയ്യും. പിന്നെ ഉള്ളത് ഡൈല്യൂഷൻ ആൻഡ് വെന്റിലേഷൻ ആണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുള്ളായി ഫീൽ ചെയ്യുന്നുവെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.